ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടെങ്കിലും നല്ല ചൂടാട്ടോ. വെയിൽ ഉദിക്കുമ്പോൾ നല്ല ചൂടാണ്. വെയിലൊക്കെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നല്ല ചൂടുള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് വിശപ്പും ഒക്കെ മാറും, ദാഹവും വിശപ്പും ഒക്കെ ഒരുപോലെ മാറുന്ന ഒരു ഐറ്റാട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പേര് സേമിയോ ഫ്രൂട്ട്സ് കസ്റ്റാർഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരും നന്നായി കഴിച്ചോളും. അതിനനുസരിച്ച് നല്ലൊരു ടേസ്റ്റ്. ഐസ്ക്രീമൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തായാലും ഇത് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കഴിച്ചു നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക. അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വേണം കേട്ടോ. ഞാനിവിടെ ഒരു മാങ്ങ, ഒരു ആപ്പിള്, റോബസ്റ്റ, ഉറുമാമ്പഴം, ഇത്ര ഫ്രൂട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അപ്പോൾ പഴം തന്നെ നമുക്ക് നേന്ത്രപ്പഴവും ചെറിയ പഴവും ഇടാം കേട്ടോ. അപ്പോൾ നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പഴമൊക്കെ ഇടാം. ഞാനിപ്പോൾ ഇതിൽ 2 പഴം കട്ട് ചെയ്തിടുന്നുള്ളൂ. ആദ്യം തന്നെ അടുപ്പത്തേക്ക് നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ച് പാല് കുറച്ച് ഒരു ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതേ സമയം തന്നെ നമുക്ക് കുറച്ച് സേമിയാണ് വേണ്ടത്. വറുത്ത സേമിയാണ് വേണ്ടത്. വറുത്ത സേമിയ ഒരു 4 ടേബിൾ സ്പൂണോളം സേമിയ ഇട്ടാൽ മതി. കൂടുതലായിട്ട് സേമിയ വേണ്ട. അപ്പോൾ നല്ല കട്ടിയായിട്ട് നിൽക്കും. അത്ര വേണ്ട, കുറച്ച് ലൂസായിട്ട് മതി. ഇപ്പോൾ കുറച്ചേ സേമിയ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനാവശ്യത്തിന് മധുരം കൂടി ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സേമിയ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പാലൊക്കെ ഇളകി വന്ന് സേമിയ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി സേമിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു പണിയും കൂടി ചെയ്ത് വെക്കാണ്ട്. നമ്മൾ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കസ്റ്റാർഡ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്, വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക, എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് കസ്റ്റാർഡ് പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും നോക്കുക. അങ്ങനെ ഉണ്ടാക്കിയ കസ്റ്റാർഡ് പൗഡറാണിത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. തരിയൊന്നുമില്ലാതെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ല കളറും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊന്നും കസ്റ്റാർഡ് പൗഡർ മേടിച്ച് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം, എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഈ സേമിയ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കണം. കാരണം ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് കുറുകി കിട്ടുന്നതായി കാണും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കണം. നന്നായി തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. ഒന്നെങ്കിൽ ഐസ് ഇട്ട വെള്ളത്തിൽ വെക്കുക, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ ഇറക്കി വെക്കുക ചെയ്യുക. അത് തണുത്ത് വരുമ്പോഴേക്ക് ഇനി കുറച്ച് പണിയും കൂടി ചെയ്യാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് പാല് നല്ല ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ പാലിൻ്റെ കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ പാൽ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് ഇതിന് നല്ല തണുപ്പോട് കൂടി. നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രീസറിലേക്ക് വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴേക്കൊക്കെ ബുദ്ധിമുട്ടാവും. പാലിങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് തണുത്തത് പെട്ടെന്ന് തന്നെ കഴിക്കാനും പറ്റും. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് പാല്, ഒരു 1.5 ഗ്ലാസ് പാല്, നിങ്ങളുടെ കയ്യിൽ എത്രയാണ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ അത്ര പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി പാല് ഫുള്ള് കട്ടിയായതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ സേമിയ കുറച്ച് ചൂടുള്ള സേമിയ ആണെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ചൂടൊക്കെ പോയിട്ട് നല്ലൊരു തണുപ്പ് വരും. അതിനാണ് ഞാൻ തണുത്ത പാൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ സേമിയ നന്നായിട്ട് ഞാൻ തണുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്ത്. ഇനി നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ആപ്പിളാണ് ചെറുതാക്കി കട്ട് ചെയ്യണേ. നല്ല നൈസാക്കിയിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതും കൂടി ഇതിട്ട് കൊടുത്ത് ഒരു ആപ്പിള്, പിന്നെ 2 റോബസ്റ്റ പഴമാണ് എടുത്തത്. നിങ്ങൾക്ക് ചെറിയ പഴമോ വലിയ പഴമോ ഒക്കെ എടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എല്ലാം ഇടുക. പിന്നെ ഒരു മാങ്ങയും അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഉറുമാമ്പഴം ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്കിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്താൽ നല്ല
ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തതായി നമുക്ക് കുറച്ച് നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഒരു അരക്കപ്പോളം മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയണ്ടെന്നേ ഉള്ളൂ, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. മിൽക്ക് മെയ്ഡൊക്കെ വരുമ്പോഴാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. നിങ്ങളെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് കുറച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി, കാരണം മിൽക്ക് മെയ്ഡും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഉറുമാമ്പഴം കൂടി ഇട്ട് കൊടുത്ത്, ഒന്നുമില്ല, ഇതൊന്നും തീരെ ബുദ്ധിമുട്ടുള്ള സംഗതി ഒന്നുമല്ലല്ലോ. എല്ലാം മിക്സ് ചെയ്യുക, എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ കസ്കസ് ഇതുപോലെ ഞാൻ പഞ്ചസാരയുടെ വെള്ളത്തിലാണ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചത്. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇത് കുറച്ച് നേരത്തെ ആയിട്ട് നിങ്ങൾ എടുത്ത് വെക്കണം കേട്ടോ, എന്നാലേ ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത്, ഇനി കസ്കസ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, പക്ഷേ കസ്കസൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒരു ദിവസം കഴിച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്, കാരണം മിൽക്ക് മെയ്ഡിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും ഒക്കെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം, അവർ ഫ്രൂട്ട്സ് കഴിച്ചോളും. ഒരുപാട് തണുപ്പൊന്നും കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നല്ലൊരു ഐറ്റം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ നമ്മളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇനി നമ്മൾ കടകളിൽ നിന്നൊന്നും ജ്യൂസൊന്നും കഴിക്കാൻ നിൽക്കണ്ട, ഇതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. ഇതുപോലെ ഉണ്ടാക്കി ഇതിൻ്റെ കമൻ്റ് ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു ഐറ്റമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമ്മളെ കസ്റ്റാർഡ് പൗഡറും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം, എല്ലാം സിമ്പിളാക്കിയിട്ട് തന്നെ ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റ്, നല്ല തണുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.